മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 31/1/1980 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം. പുണർദം 4-ാം പാദം. തുലാലഗ്നം. 2-0-3 ഗുളികൻ, 4 സൂര്യൻ ബുധൻ, 5 ശുക്രൻ കേതു, 6, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10 ചന്ദ്രൻ, 11 കുജൻ, ഗുരു, രാഹു, 12 ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകം ആണിത്. ആദ്യമേ തന്നെ പറയാം, അത്യാവശ്യം നല്ല ഹെവിയായ ബുദ്ധിമുട്ടുകളുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഹെവിയായ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹസ്ഥിതിയാണിത്. എന്തുകൊണ്ടാണത്? ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് തുലാലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 5 നിൽക്കുന്നു. കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ. രാഹുവിനോടൊത്ത് കുജനും വ്യാഴവും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത്തരം വ്യാഴം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പവർഫുള്ളായിട്ടുള്ള ദൃഷ്ടികളല്ല. കാരണം ഗുളിക ഭവനാധിപനായ വ്യാഴം എന്ന് വച്ചാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൻ വസിക്കുന്നു. അത്തരം വ്യാഴം ഉപരി ഗുരു ചണ്ടാളയോഗം ചെയ്ത് നിൽക്കുന്ന വ്യാഴം എന്ന് വച്ചാൽ വ്യാഴവും രാഹുവും ഒരേ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ നെഗറ്റീവ്സ് തീർത്തെടുത്തിട്ട് വേണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിഞ്ഞ് അത് പോസിറ്റീവായി മാറാനായിട്ട്. സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സാധാരണ വ്യാഴം രാഹുവിനോടൊത്തൊന്നും അല്ലാതെ നിന്നിട്ടാണ് ലഗ്നാധിപനെ വീക്ഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി കൊടുക്കുന്നതെങ്കിൽ അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ആ വ്യാഴം വർക്കാകും. അതുകൊണ്ട് ഗുണം കിട്ടുകയും ചെയ്യും. ഇത് വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ലൈഫിൽ ഇന്നേ വരെയും പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നത് അബദ്ധങ്ങളാണ്. ലഗ്നാൽ 5 ശുക്രൻ കേതു നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരികയും അതേപോലെ തന്നെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നഷ്ടസ്ഥാനമായിട്ടുള്ള 12 നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് കൈമോശം വന്ന അവസ്ഥയിൽ ജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, ചിന്തകൾ ഉണ്ടാകാം. അതിനനുസരിച്ച് പ്രവൃത്തികളെ ക്രോഡീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? അബദ്ധം സംഭവിക്കും. അബദ്ധം പറ്റുന്നതിനനുസരിച്ച് പണാധിപത്യമുള്ള ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിനനുസരിച്ച് സമ്പത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. വലിയ രീതിയിൽ ബാധ്യതകൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. മാത്രവുമല്ല, ഒരു സ്വസ്ഥത മനസ്സിന് ഉണ്ടാകില്ല. ചന്ദ്രൻ കർക്കിടകത്തിലാണ്. എന്നിരുന്നാൽ തന്നെയും രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചന്ദ്രൻ രാഹു, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ഗുളികൻ, ചന്ദ്രൻ ശനി. ഇത്രയും അവസ്ഥകൾക്ക് ചന്ദ്രനുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ മനസ്സ് അസ്വസ്ഥമാകും. ഇദ്ദേഹത്തിന് യാതൊരുവിധ സ്വസ്ഥതയും ഇല്ലാത്ത ഒരു മനസ്സാണ്. അവിടെ ചിന്തിക്കേണ്ടുന്ന നെക്സ്റ്റ് പോയിൻ്റാണ് 5-ാം ഭാവം എന്താണ് എന്നത്. 5-ൽ ശുക്രൻ ലഗ്നാധിപൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ, 5-ാം ഭാവാധിപൻ 12 നഷ്ടസ്ഥാനത്ത്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ പിഴവ് വളരെ കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകളാണ് അദ്ദേഹത്തിന് വേണ്ടി വിളിച്ച് സംസാരിച്ചിരുന്നത്. അപ്പോൾ ആ മകൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുള്ള അബദ്ധങ്ങളിലേക്ക് ഡയറക്റ്റ് കണക്ഷൻസ് ആയിരുന്നു. എല്ലാം കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളുകൾ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക. ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വരുമാന മാർഗം കണ്ടെത്തി ബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, പല കുറി ജോലി മാറേണ്ടുന്ന മാറ്റ ജോലികൾ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. ആ ജോലികളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് അനുകൂലമല്ല, പ്രതികൂലമാണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ സംഭവിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജോലി സ്ഥാനത്ത് തന്നെ 10-ൽ ചന്ദ്രൻ നിൽക്കുകയും രാഹുവിൻ്റെ ദൃഷ്ടി വരികയും മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 9-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ബുധൻ 4-ൽ നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ഭാഗ്യ സ്ഥാനത്തിൻ്റെ അധിപനുമായി ഗുളികന് ബന്ധം നേരിട്ടോ അല്ലാതെയോ എന്ന് വെച്ചാൽ ഒപ്പം നിൽക്കുന്നതോ മറ്റൊരിടത്തു നിന്ന് ദൃഷ്ടി 2-ാമത്തെയോ 12-ാമത്തെയോ ദൃഷ്ടി ഗുളികൻ കൊടുക്കുന്നതോ ഒട്ടും നല്ലതേ അല്ല.
ലക്ക് വൈസ് ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ഷാമം നേരിടാം. ഇദ്ദേഹത്തിന് അത് മാത്രമേ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളൂ. അതിന് കൃത്യമായി പരിഹാരം ചെയ്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതി തന്നെയാണത്. കൃത്യമായി പരിഹാരം ചെയ്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതി തന്നെ ആണ് ഇത്. അതിനോടൊത്ത് തന്നെ പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്തരം ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ഇനി ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. 3, 6, 1, 7. 7ാം ഭാവാധിപൻ ശക്തനായ കുജൻ 11 വ്യാഴത്തോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. ജോലി ഉള്ള ഒരാളിനെ തന്നെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. പക്ഷേ ഒരു രീതിയിലും ചേർന്ന് പോകാത്ത, രാവും പകലും പോലെ ചിന്തകൾ കൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള 2 പേരായിരുന്നു ഇവർ. സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സിലേക്ക് പോയിട്ടില്ല. യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർക്കിടയിലില്ല. തീർത്തും അടഞ്ഞൊരധ്യായം പോലെ തന്നെ അത് തുടരുന്നു. 2 പേരും 2 ദിക്കുകളിൽ തന്നെ കഴിയുന്നു, 2 വീടുകളിൽ തന്നെ കഴിയുന്നു. 7ാം ഭാവാധിപനൊക്കെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുജനായിട്ട് വരികയും അതിന് രാഹുവിൻ്റെ ഏതെങ്കിലും ബന്ധം എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതല്ല എങ്കിൽ ശനിയുടെ ബന്ധം ഏതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം കരുതണം. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് വിവാഹക്കാരകൻ ഏതവസ്ഥയിൽ നിൽക്കുന്നു? കേതുവിനോടൊത്ത്, മനസ്സിൻ്റെ സ്ഥാനത്ത്, രാഹുവിൻ്റെ തന്നെ ദൃഷ്ടിയിൽ. മറ്റൊരു കാര്യം കൂടെ അവിടെ കണക്ട് ചെയ്തെടുക്കണം. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ, മനസ്സിൻ്റെ സ്വസ്ഥത, സമാധാനം എല്ലാം തീരുമാനിക്കുന്ന ഗ്രഹം ഏതൊരാളെ സംബന്ധിച്ചും അത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ. ഇവിടെയെല്ലാം ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തിനൊട്ടും യോജ്യമായിരുന്നില്ല. അതിനനുസരിച്ച് തന്നെയാണ് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള ഫലം തന്നെയാണ് വിവാഹ ജീവിതത്തിലും ഇദ്ദേഹത്തിനുണ്ടായത്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഈ 7ാം ഭാവം കുജനായിട്ടത്. ആർക്ക് തന്നെ വന്നാലും 7ാം ഭാവം കുജൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കട്ടി സ്വഭാവമുള്ള ഗ്രഹമാണ്. ഒരു കോംപ്രമൈസിനും വഴങ്ങാത്ത, തർക്ക സ്വഭാവമുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന കാറ്റഗറിയിലുള്ള ഒരു ഗ്രഹമാണ്. തണുക്കാൻ പാടാണ്. അതിനോടൊത്ത് രാഹുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തും സംഭവിക്കാം. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കി ചേരുന്ന ഗ്രഹനിലകളൊക്കെ ചേർക്കാൻ പറ്റിയാൽ ഏറെ നന്ന്. ഇവിടെ വ്യാഴം 7ാം ഭാവാധിപനോടൊത്ത് നിന്നിട്ടാണ് ഇത്രയും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. വ്യാഴം അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു. വ്യാഴവും കുജനും ചേർന്ന് ജോലിയുള്ള ആളിനെ തന്നെ വരുത്തി കൊടുത്തു. പക്ഷേ പദവിയുള്ള ആളിനെ തന്നെ വരുത്തി കൊടുത്തു. പക്ഷേ ഇത് രാഹു നിലനിർത്തി കൊടുക്കില്ല. കാര്യം 7ാം ഭാവാധിപൻ ഡയറക്റ്റായിട്ട് രാഹുവിനോട് ഒത്ത് തന്നെയാണ് നിൽക്കുന്നത്. വളരെ സമ്പത്തുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ള ആൾ. പക്ഷേ സമ്പത്തിൻ്റെ 1 രൂപയ്ക്ക് പോലും ഇദ്ദേഹത്തിന് അവകാശവുമില്ല, അദ്ദേഹം കൊടുക്കുകയില്ല. പിന്നെന്താണ് വിവാഹം കൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വസ്ഥതയുമില്ല. അതേപോലെ തന്നെയാണ് സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഏതെങ്കിലുമൊക്കെ ദുഃഖം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതങ്ങനെ തന്നെയാണ്. വിളിച്ച മകൾക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായിട്ടായാലും മറ്റു കാര്യങ്ങൾ കൊണ്ടായാലും. അപ്പോൾ 5ൽ സന്താന സ്ഥാനത്ത്, മനസ്സിൻ്റെ സ്ഥാനത്ത് ശുക്രൻ കേതു വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ശുക്രനൊക്കെ നിന്ന് കഴിഞ്ഞാൽ, തെറ്റില്ലാത്ത പൊസിഷനിൽ നല്ല യോഗം കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് മാത്രം കൊണ്ട് തന്നെ ജീവിക്കാം. 2 ദിവസം മുൻപിട്ട വീഡിയോ മാളവ്യ യോഗമുള്ളൊരു ജാതകമാണ്. രാജാവിനെ പോലെ ജീവിക്കുന്ന ആളാണ്. അതും കൊടുക്കുന്നത് ശുക്രനാണ്. ഇതും ലഗ്നാധിപൻ ശുക്രനാണ്. ഈ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളും കൊടുക്കുന്നത് ഈ ശുക്രന് വലിയ പങ്കുണ്ട്. കാര്യം ലഗ്നാധിപനാണ്, റോളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ചും, മാത്രവുമല്ല ഇദ്ദേഹം ശുക്രദശയിലാണ്. ശുക്രനിൽ ശുക്രൻ. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മൈൻഡുണ്ട്. ഈ ശുക്രൻ കേതു രാഹുവിൻ്റെ ദൃഷ്ടി 5ാം ഭാവവുമായി, 5ാം ഭാവാധിപൻ 12ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അതിനനുസരിച്ച് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. മകളുടെ ശക്തമായ താക്കീതുണ്ട് ചെയ്യരുത് എന്ന്, എന്നാലും ചെയ്യും. അതെല്ലാം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വള്ളികളായിട്ട് തിരിച്ച് ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അവിടെ എല്ലാം സാമ്പത്തികം അതിനനുസരിച്ച് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പോൾ റിപ്പീറ്റഡായിട്ട് കണ്ടുവരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ശുക്രനിൽ ശുക്രൻ നടക്കുകയും അതേപോലെ തന്നെ ശുക്രൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം അപഹാരങ്ങൾ, പ്രത്യേകിച്ച് 2028 മെയ് 17 വരെയൊക്കെ അടങ്ങി ഒതുങ്ങി ഏറ്റവും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വലിയ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാതെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി കാരണം വരാതെ അദ്ദേഹത്തിന് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം എടുത്ത് ചാടിയാൽ ബുദ്ധിമുട്ടാണ്. ചാടുന്നത് ഫുള്ള്
അബദ്ധങ്ങളാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ ആണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശയിലാണ് ജനിച്ചത്. പുണർദമാണ് നക്ഷത്രം. 82 വരെ വ്യാഴം, അതിനുശേഷം ശനി, അതിനുശേഷം ബുധൻ 2018 വരെ, ശേഷം കേതു 7 കൊല്ലം 2025 വരെ. ഈ കേതുവിനെ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കേതു ദശയിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളിൽപ്പെട്ടതും ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള സാഹചര്യത്തെ ജീവിതത്തിൽ അനുഭവിച്ചതും. ലഗ്നാൽ 5-ൽ ലഗ്നാധിപനോടൊത്തു നിൽക്കുന്ന കേതു, രാഹുവിൻ്റെ ദൃഷ്ടിയിൽ കേതു ദശ അങ്ങേയറ്റം മോശമാണ്. ഇത് നേരത്തെ കൂട്ടിയൊക്കെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ചെയ്ത കാര്യങ്ങളിൽ ഒരു 50% ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയെ ഫേസ് ചെയ്യേണ്ടതായി വരില്ലായിരുന്നു. പക്ഷെ അതന്ന് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചിന്തകളെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ആ ദിക്കിലേക്ക് തന്നെ പോയി. അതിനനുസരിച്ച് ഇരട്ടി നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് കിട്ടാൻ കാരണമാവുകയും ചെയ്തു. ഈ കേതുവിന് ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ ശുക്രൻ 2045 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ, കുജൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ശുക്രൻ്റെ സ്വാപഹാരമാണ്, ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. കൃത്യമായിട്ട് പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങളും അതിനോടൊത്തു തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും എടുത്ത് തന്നെ കണിശമായും പോകേണ്ടുന്ന പാറ്റേണിൽ ഉള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.